ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കടം കൊടുക്കാമോ, കടം കൊടുക്കരുതെന്നാണ് ആ തമ്മയിൽ കണ്ടത്. ഓക്കെ, അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഓക്കെ, ഇപ്പം ജനറലൈസ് ചെയ്ത് പറയുന്നത് ശരിയല്ല. ഇപ്പം കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മെജോറിറ്റി കേസിലും തിരിച്ച് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, വലിയ പാടാണ്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആരാണെങ്കിലും, ഇപ്പൊ ഇതിനകത്തുള്ള ഫ്രണ്ട്സൊന്നും റിലേറ്റീവ്സൊന്നും ഒന്നുമില്ല. ഓക്കെ, അതാണ് സത്യം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ജനറലൈസ് ചെയ്ത് പറഞ്ഞത് ശരിയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. ഓക്കെ, തിരിച്ച് തരുന്ന ആളുകളും ഉണ്ട്. പക്ഷെ മെജോറിറ്റി ഓഫ് കേസുകളിലും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കടം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, മറ്റേ ആളുടെ ആവശ്യം നോക്കുക എന്താണെന്നുള്ളത്. അതാണ് പ്രധാനം. ചില ആളുകൾ അല്ലെങ്കിൽ 2 ദിവസത്തേക്കൊട്ടൊന്നും മറക്കാനായിട്ട് ഇത്ര അങ്ങനെ ചോദിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ മാസം അവസാനം തരാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാലറി കിട്ടാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കും. ആവശ്യം നോക്കുന്ന സമയത്ത് എന്തെങ്കിലും അത് കറക്റ്റായിട്ട് അവർ പറയത്തില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ കള്ളത്തിനെ പറയും. അത് നമ്മളത് ചെക്ക് ചെയ്യണം, അത് ഉള്ളത് തന്നെയാണോ അല്ലയോ എന്നുള്ളത്. ചിലതൊക്കെ റിയൽ ആയിട്ടുള്ള കേസുകളും ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അല്ലാത്ത കേസുകളിൽ ഈ പറഞ്ഞ കണക്ക് നമ്മൾ കഴിവതും പിന്മാറുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും അല്ല ചിലപ്പോൾ ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടാലെന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ പൈസ എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് കൊടുത്താലും പോകും, അതാണ് മറ്റൊരു സത്യം. തിരിച്ചു കിട്ടത്തില്ല, വലിയ പാടാണ്. ഓക്കെ, തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുന്നത് ആ സമയം വരെ ഉള്ളൂ. നമ്മളുടെ ആ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റവൻ്റെയാണ്. ഓക്കെ, അത് സൈക്കോളജിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റയാൾ ചിന്തിക്കുന്നത്, ഈ വാങ്ങിച്ച ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ കൊടുക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിരിക്കട്ടെ, കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കും. ഞാൻ അവന് അന്ന് ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ പൈസ കാണും, അവന് ഒരുപാട് പൈസ ഉള്ള കൂട്ടത്തിലാണ്, പിന്നെ ഇപ്പം ഇതിപ്പോൾ അവന് പെട്ടെന്ന് ആവശ്യം വരില്ലായിരിക്കും. അങ്ങനെയൊക്കെ അവൻ തനിയെ മനസ്സിൽ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങും. കൊടുക്കാതിരിക്കാനുള്ള ന്യായങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. ഇപ്പം കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഇപ്പം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ എച്ചിയാവും. നമ്മൾ ആലോചിക്കണം, നമ്മൾ കൊടുത്ത പൈസയാണ് ചോദിക്കുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് പറയുമ്പോൾ അവൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചു പോയടാന്നൊക്കെ പറഞ്ഞോളെ, ഓരോ ആളുകളുടെ പറഞ്ഞു നടന്നോളെ, അവൻ ബുദ്ധിമുട്ടിക്കുന്നത് അതായത് ചോദിച്ച സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഓരോ ഇത് പറഞ്ഞു വിടാം. പിന്നെ വേറെ കുറച്ച് ടീമുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ട് മുങ്ങിക്കളയും, ഗോസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഒരു അനക്കം കാണത്തില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, വാട്സാപ്പോ ഫേസ്ബുക്കോ ഒന്നും കാണത്തില്ല, വീട്ടിൽ ചെന്ന് അന്വേഷിച്ച വീട്ടുകാർക്ക് അറിയത്തില്ല എവിടെയാന്ന്. അങ്ങനെ മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്. ഓക്കെ, അത് തോന്നെ ഈ പറഞ്ഞ കണക്ക് ഈ കടം വാങ്ങിക്കുന്നത് ശീലമായിട്ടുള്ളവന്മാരാണ്. ഓക്കെ, അങ്ങനെ ജീവിച്ചു പോകാൻ കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. എവിടുന്നായാലും കടം വാങ്ങിക്കും. ജോലി സ്ഥലത്തു നിന്നാണെങ്കിലും കൂട്ടുകാരുടെ നിന്നാണെങ്കിലും എവിടുന്നൊക്കെ കടം മേടിക്കാമോ അവിടെ നിന്നെല്ലാം മേടിക്കും. ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അത് കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ ആളുകൾ നിങ്ങളോട് വന്നിട്ട് കടം ചോദിക്കും. അത് ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുള്ളത് മറ്റൊരു കാര്യം. നമുക്ക് ഉണ്ടെങ്കിൽ ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നം. അത് ഞാൻ എടുത്ത് പറയട്ടെ. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നൊരു എമൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതിന് 500, 1000, 10,000 പലവർക്കും പല രീതിയിലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നൊരു എമൗണ്ട് അതെന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. പറ്റുന്നൊരു എമൗണ്ട് മീൻസ് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലുള്ള എമൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊടുത്തോ. വേണമെങ്കിൽ ഇങ്ങനെയും പറഞ്ഞോ, നിങ്ങൾ വെച്ചോ. ഓക്കെ, അത് എനിക്ക് വേണ്ടാന്ന് ആ രീതി തന്നെ പറഞ്ഞു. അതിലിപ്പം പലർക്കും പല രീതിയായിരിക്കും. എനിക്കിപ്പം 1000 രൂപ പോയാലും കുഴപ്പമില്ലെന്നായിരിക്കും, നിങ്ങൾക്ക് 10,000 ആയിരിക്കും, 1,00,000 ആയിരിക്കും, അത് ഡിപ്പെൻസ്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ, നിങ്ങളുടെ എന്തെങ്കിലും സ്വപ്ന സാഫല്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ഒരു കാരണവശാലും കടം കൊടുക്കരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിന് എന്ത് ആവശ്യമാണെങ്കിലും, മറ്റേ ആൾക്കിന് എത്ര വലിയ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ കൊടുക്കരുത്. കിട്ടാൻ വലിയ പാടാണ്. പറ്റുന്നൊരു എമൗണ്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ മറ്റേ ആൾ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു സ്വിഗ്ഗി ഡെലിവറി പോയി ആയിരിക്കട്ടെ, സ്വിഗ്ഗി ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ, സ്വിഗ്ഗിയോ സൊമാറ്റോ എന്തോ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് അറിയാം ഒരു ദിവസത്തിൽ കിട്ടുന്നത്. അത് എന്തൊക്കെ റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളത് മേടിക്കുന്നതെന്ന് അറിയാം. ലൈക്ക് എന്താണ്, ഒരുപാട് വണ്ടികളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ആ ഒരു ടൈം കീപ്പ് ചെയ്യാനായിട്ട് ടൈമിങ്ങിൻ്റെ പ്രശ്നം, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാത്ത പ്രശ്നം, അങ്ങനെ പല ഇഷ്യൂസുകളും നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ വെയിലത്തും മഴയത്തും എല്ലാം പോയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച പൈസ, ഫോർ എക്സാമ്പിൾ ഒരു ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി വെച്ച എമൗണ്ട് ആണെന്നിരിക്കട്ടെ, ഒരു 1,00,000 rupees. അപ്പം നിങ്ങൾ ഒരു വർഷം എത്ര നാൾ അത് ഓടിയിട്ടൊക്കെ ആയിരിക്കും ആ ഒരു എമൗണ്ട്, ഒരു 1,00,000 എങ്കിലും നിങ്ങൾ കിട്ടുന്നത്. ഓക്കെ,
അങ്ങനെ കൂട്ടി വെച്ച് പൈസ തന്നിരിക്കട്ടെ. നിങ്ങൾ വേറെ ജോബ് ഉണ്ടെന്നോ ആയിക്കോട്ടെ, ഇങ്ങനെ ഓടി കിട്ടിയ എമൗണ്ട് ആണെന്നിരിക്കട്ടെ, നിങ്ങൾ ഒരു 1 lakh, അപ്പം നിങ്ങളത് മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു ബൈക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് വേറൊരു കൂട്ടുകാരൻ്റെ പറഞ്ഞു, അവൻ്റെ അടുത്ത ആരെങ്കിലും ലൈക്ക് അച്ഛനോ അമ്മയോ അങ്ങനെ ആശുപത്രിയിലായി, ഇത്ര ഒരു 1 lakh എമൗണ്ട് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ കൊടുക്കരുത്. കിട്ടാൻ വലിയ പ്രയാസമാണ്. ലാസ്റ്റ് അവൻ അത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വലിയ സഹിക്കാൻ പറ്റാത്ത ഒരു മനോവിഷമത്തിലേക്ക് പോകും. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്തൊരു ദുഷ്ടനാണ്, അവിടെ അവൻ്റെ അമ്മ മരിക്കാൻ കിടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അച്ഛന് വയ്യാണ്ട് കിടക്കുന്നത്, അപ്പം അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുത്തോ, പക്ഷേ ഈ 1 lakh എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സേവിങ്സ് മാത്രം നിങ്ങൾക്ക് ഉള്ളതെന്നുള്ള കാര്യം ഓർമ്മ വേണം. അങ്ങനെ ഞാൻ ആ ഒരു സിനാരിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ 1 lakh നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് നിങ്ങളൊരു പറ്റുന്നൊരു എമൗണ്ട്, അതായത് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു എമൗണ്ട് അതിന് കൊടുത്തോ. തിരിച്ച് മേടിക്കേണ്ടതെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു 10,000 നീ വെച്ചോളാൻ കൊണ്ടത് കൊടുത്തോ, തെറ്റില്ല. അവൻ എന്തെങ്കിലും ആവും, ബാക്കി അവൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളൂ. നിങ്ങൾക്ക് പറ്റുന്നൊരു എമൗണ്ട് കൊടുക്കുക. ഒരു കാരണവശാലും നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് എടുത്ത് കൊടുക്കരുത്. നിങ്ങൾ ദുഃഖിക്കും, 100% ഉറപ്പാണ്. കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചത് കഴിഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ, അത്രയും സാധ്യതയുള്ളൂ. കാരണം ഈ മേടിക്കുന്ന ആൾ പിന്നെയും ഈ ഫിനാൻഷ്യൽ ടൈറ്റ് ആവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഈ സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പലിശക്കാണ് കൊടുക്കുന്നതായിരിക്കണം, അങ്ങനെയാണെങ്കിൽ പിന്നെയും എടുക്കും. കാരണം അവർക്ക് പിന്നീട് ആവശ്യമുണ്ട് നിങ്ങൾ, അതുകൊണ്ട് അങ്ങനെ മേടിച്ചു പോകും. ഈ പലിശയുടെ കാര്യമല്ല ഞാൻ അവിടെ പറയുന്നത്, അല്ലാണ്ട് കൊടുക്കുന്നതാണ്. മറ്റേ നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ്, അതല്ല അല്ലാതെ. ഓക്കെ, തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അതായത് നിങ്ങൾക്ക് അതിനൊരു നഷ്ടം വന്നാൽ പോലും നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട്. ഓക്കെ, 1 lakh ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് പോയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കൊടുത്തു. ഓക്കെ, പിന്നെ അത് നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പറയാം, ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ തരണം, അല്ലെങ്കിൽ ഇന്ന മാസം കിട്ടണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. വലിയ പാടാണ് കിട്ടാനായിട്ട്, അത് കൊടുത്തവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം പേഴ്സണലി എനിക്ക് പല ആളുകളെയും പരിചയമുണ്ട്, ഒരുപാട് പേര് പരിചയമുണ്ട് അങ്ങനെ പൈസ കൊടുത്തിട്ട് കിട്ടാത്ത ആളുകൾ. ഓക്കെ, വലിയ പാടാണ്. നമ്മൾ പൈസ മേടിക്കാനായിട്ട് വളരെ താഴ്മയോടെ കുനിഞ്ഞ് നിന്ന് മേടിച്ചിട്ടൊക്കെ പോകും. ഓക്കെ, ആ സമയത്തൊക്കെ സംസാരം കാണണം. പക്ഷെ ഇതൊന്നും അല്ല തിരിച്ച് ചോദിക്കുന്ന സമയത്ത്. അപ്പം അവരുടെ അടുത്ത് നമ്മളെന്തോ ദാനം ചോദിച്ച കണക്കാണ് അവരുടെ പെരുമാറ്റം. അങ്ങനെ ആയിരിക്കും, നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അറിയായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇതാണ് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ കടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് പോട്ടെ എന്ന് കരുതി കൊടുക്കുക. അങ്ങനെ കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം കിട്ടാൻ സാധ്യത വളരെയധികം ഒരു കുറവാണ്. അത് റിലേറ്റീവ്സിനായിക്കോട്ടെ, അതാണ് ഞാൻ എടുത്തു പറയുന്നത്. റിലേറ്റീവ്സിന് തന്നെ അങ്ങനെയാണ്, പിന്നെ പുറത്തുള്ള കാര്യം പറയണ്ടല്ലോ, ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യമൊന്നും പറയണ്ടല്ലോ. ചതിക്കപ്പെട്ട എത്രയോ ആളുകളുണ്ട്, ലക്ഷങ്ങൾ പോയിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് അത് എമൗണ്ട് പോയാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ ഫൈൻ, അബ്സല്യൂട്ട്ലി ഫൈൻ. അല്ലാത്ത വർഷം കൊടുക്കാതിരിക്കുക, ചതിയിൽ നിന്ന് പെടാതിരിക്കുക. ഓക്കെ.